നമ്മുടെ വീട്ടിൽ കറണ്ട് പോയാൽ സാധാരണ മലയാളി നോക്കുന്നത് അയൽ വീടുകളിലേക്കാണ്. അവിടെ വെളിച്ചം കണ്ടാൽ പലരുടെയും മനസ്സിൽ ഇരുട്ട് കയറും. മലപ്പുറം പെരിന്തൽമണ്ണയിൽ വീട്ടിൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളാണ് ഒരാളുടെ ജീവനെടുത്തത്. പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് സ്വദേശി സത്യനാരായണൻ മദ്യലഹരിയിൽ അയൽവാസിയായ ബന്ധുവിനെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. സത്യനാരായണൻ്റെ വീട്ടിൽ വൈദ്യുതി തടസ്സപ്പെട്ടതിനെ തുടർന്ന് ഇയാൾ പോസ്റ്റിലെ ഫ്യൂസ് ഊരി. ഇതേ തുടർന്ന് അയൽവാസികളുമായി ഉണ്ടായ തർക്കത്തിനിടെയാണ് ബന്ധു കൂടിയായ സുരേഷ് ബാബുവിനെ കൊലപ്പെടുത്തിയത്. കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച രാത്രി 10:30യോടെയാണ് കൃത്യം നടന്നത്. മുൻപ് പലപ്പോഴും വാക്ക് തർക്കവും അടിപിടിയും കയ്യാങ്കളിയും ഒക്കെ സത്യനാരായണൻ സുരേഷ് ബാബുവും തമ്മിൽ നടന്നിട്ടുണ്ടെങ്കിലും ഇത്തവണ അതവരിൽ ഒരാളുടെ ജീവൻ എടുത്തു. സത്യനാരായണന്റെ വീട്ടിലെ സർവീസ് വയർ പൊട്ടിയത് കാരണം വൈദ്യുതി ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവർക്കും കറണ്ട് കിട്ടരുതെന്ന് കരുതി സത്യനാരായണൻ അടുത്ത പോസ്റ്റിലെ ഫ്യൂസ് ഊരി. ഇത് ചോദ്യം ചെയ്ത സുരേഷ് ബാബു സത്യനാരായണനുമായി ഫോണിൽ തർക്കമായി. മദ്യലഹരിയിലായിരുന്ന സത്യനാരായണൻ പെട്ടെന്ന് പ്രകോപനനായി വീട്ടിലെത്തി കത്തിക്കൊണ്ട് കുത്തുകയായിരുന്നു. സുരേഷ് ബാബുവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇവർ തമ്മിൽ പണ്ട് മുതലേ ഉള്ള ഒരു ക്ലാസ്മേറ്റുകളാണ്, കുടുംബമാണ്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവണം. നമ്മൾ സാധാരണ അവർ ചെയ്യണ പോലെയാണെന്നാണ് കരുതിയത്. അപ്പോൾ പിന്നെ അവർ അവിടുന്ന് മുപ്പര ഭാര്യയും കുട്ടികളൊക്കെ തൊള്ളനായിട്ട് വണ്ടി ചെന്നപ്പോൾ ആണ് ഇങ്ങനത്തെ സംഭവം. കത്തിക്കുത്താണ്. പിന്നെ ആ നേരത്ത് വണ്ടി വിളിച്ചിട്ട് വണ്ടി കിട്ടണില്ല. വണ്ടി വന്നപ്പോഴത്തേന് ആളെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വന്നത്. പോലീസ് സത്യനാരായണനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. 9ഓളം ആഴത്തിലുള്ള മുറിവുകൾ സുരേഷ് ബാബുവിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. മുൻപും സത്യനാരായണൻ സുരേഷ് ബാബുവിനെ ആക്രമിച്ചിട്ടുണ്ട്. 2023 മാരകമാം വിധം ആക്രമിച്ച് മുറിവേൽപ്പിച്ചതിന് അന്ന് പോലീസ് സത്യനാരായണനെതിരെ കേസെടുത്തിരുന്നു. സുരേഷ് ബാബുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. സത്യനാരായണനെ സംഭവ സ്ഥലത്ത് കൊണ്ടുപോയി തെളിവെടുപ്പ് നടപടികൾ പോലീസ് പൂർത്തീകരിച്ചു. ന്യൂസ് 18 മലപ്പുറം.